फटाफट एक सुरक्षा जैकेट को सर के ऊपर से पहने और उसके पैर को सकाफा बांध। അങ്ങനെ ദേ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റിൻ്റെ ആകാശ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ രക്ഷയില്ല കേട്ടോ. ഈ പറക്കുന്ന കണ്ടു. നമുക്കിങ്ങനെ ആദ്യമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ അതേ നമ്മളത് സേഫ് ലാൻഡ് ചെയ്തു. ഇതിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കട്ട സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ ഫ്ലൈറ്റ് ഇറങ്ങി. എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. അത് ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചൂരലോണ്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അവർ. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് നമുക്ക് മനസ്സിലാവില്ല ശരിക്കും ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അത്രയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ പെട്ടിക്ക് വെയിറ്റിംഗ് ആണ്. പെട്ടി വന്നാൽ നമ്മൾ പുറത്ത് പോകും. അപ്പോഴേക്കും നമ്മളത് കണ്ണമോനെ ഡ്രസ്സൊക്കെ മാറ്റി അവനൊന്ന് ഫ്രഷായി. രാവിലെ നേരത്തെ പോകുന്നതല്ലേ. ഇതൊക്കെ കണ്ടോ, ഇത് ചൂരലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ആനേനെയൊക്കെ കണ്ടില്ലേ, രസമായിട്ടില്ലേ. പിന്നെ അത് ഇവിടെ ഡെക്കറേഷനൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ചൂരലാണ് കേട്ടോ. ഇതൊക്കെ ചൂരലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന്. ഇത് നൈറ്റ് ഭയങ്കര രസമായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കണ്ടില്ലേ, എന്താ രസം. എത്ര വെറൈറ്റി ഫുഡുകളാണെന്നറിയാം ഇവിടെയൊക്കെ. ഡെക്കറേഷനാണ് ഹൈലൈറ്റ് ഇവിടുത്തെ. അത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതികൾ അപാരം. പിന്നെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട് അതിനുള്ളിൽ. ഇതാണ് നമ്മുടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കണ്ടു തുടങ്ങാം. എൻ്റെ പൊന്നോ, പക്ഷേ ഇത്രയും വെറൈറ്റി സാധനങ്ങളുണ്ടെന്ന് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായിട്ട്. നമ്മളൊന്നും എൻ്റെ പേര് പോലും കേട്ടിട്ടില്ല. ഞങ്ങളത് അവിടെ നിന്ന് നടന്നു പോന്നു. പുറത്തിറങ്ങി ഇനി നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊബറിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഊബർ വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് പോകും. നമ്മളവിടെ റൂം എടുത്തിട്ടുണ്ട്, ലെമൺ ട്രീ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ. അപ്പോൾ അവിടെ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. ഊബറിൽ നമ്മളവിടെ പോയി ഇറങ്ങും. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടുത്തെ ബാംഗ്ലൂർ കാഴ്ചകൾ ഓരോന്നോരോ നമ്മൾ ഊബർ കാത്തു നിൽക്കുന്നതിൻ്റെ ബാക്കിലെ കാഴ്ചകളാണ് കേട്ടോ. അതൊക്കെ ഒരു പൂക്കൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ, രസമായിട്ടുണ്ട്.